സൈഡ് ആവേണ്ട ആൾക്കാരാണ്. പിന്നെ ഈ പ്രായത്തിൽ സൈഡ് ആവേണ്ട ആൾക്കാരാണ് ഒരിക്കലും അല്ല. അവര് ശ്വാസം അവസാനം പോണവരെ അവരെന്തായാലും ഇവിടെ തന്നെ അഭിനയിച്ചോട്ടെ. അഭിനയിക്കണമെന്ന് പറയുന്നില്ല, അത് നല്ല ഇഷ്ടം. അഭിനയിക്കുക എന്താ ചെയ്തോട്ടെ. പക്ഷെ പറ്റുന്ന അവര് ഈ ഇത്ര നാളായിട്ട് ഇപ്പോഴും അവരുടെ പടത്തിന് ആൾക്കാർ കയറുന്നില്ലേ? നിവൃത്തികേടാണ്. ഇവിടെ അങ്ങനെ പടമൊന്നുമില്ല. അതല്ല, പടമൊന്നും ഇല്ല. പിന്നെ അതുമല്ല, തിയേറ്റർ ഒന്നും കിട്ടത്തില്ല ബാക്കിയുള്ള സിനിമകൾക്ക്. ഇവര് വരുന്ന സമയത്ത് നീ ശ്രദ്ധിച്ചോ, മിക്കവാറും ഫെസ്റ്റിവൽ സീസണിൽ ഇമാര് കൊണ്ട് സാധനം ഇടും. അങ്ങനെ ഇട്ട് കയറ്റുന്ന ആൾക്കാര് അവർക്കൊരു ഇതുണ്ട്, ഹോൾഡ് ഉണ്ട്. ഈ മമ്മൂട്ടി മോഹൻലാൽ പരിപാടി നിർത്തി വീട്ടിൽ ഇരിക്കാവോ? ഫാമിലി ഓഡിയൻസ് കയറിയായിരുന്നു. പടം നല്ലതായിരുന്നു. ഏതില്ല? ഞാൻ കുറച്ചേരെ കണ്ടുള്ളൂ, എനിക്ക് മടുത്തുപോയി. അതാ പറഞ്ഞത്. ഇപ്പൊ ഇവര് തന്നെയാണ് പറഞ്ഞത് 70% ഓഫ് ലോജിക്കലി എടുത്ത സിനിമയാണ്. സിനിമയ്ക്ക് ലോജിക്ക് വേണമെന്നുള്ള കാര്യമൊന്നല്ല ഞാൻ. പക്ഷെ ഇവര് ഓൾറെഡി പറഞ്ഞു ലോജിക്കലായിട്ടാണ് ഭൂരിപക്ഷം ചെയ്തിരിക്കുന്നത്. ഒരു 3/4 മണിക്കൂറത്തേക്കുള്ള പടം ഉണ്ടാകുന്നു. ലോജിക്കലായിട്ടാണ് ചെയ്തിരിക്കുന്നത് എന്നാണ് അവര് പറഞ്ഞത്. അതിനകത്ത് എന്താണ് ലോജിക്ക്? ആ പടത്തിനകത്ത് എന്താ ലോജിക്ക്? റേപ്പ് നടന്നു, അതിന്റേതായിട്ടുള്ള കോടതിയിലുള്ള ഒരു സാധനം അതിനകത്ത് ലോജിക്കലല്ല. ഒരു സാധനം എന്തെങ്കിലും ലോജിക്കലല്ല. കോടതിയിൽ അങ്ങനെ കാണുന്നു. പിന്നെ സിദ്ദിഖിന്റെ കേസിലേ ഉള്ളൂ. സിദ്ദിഖ് അത്രയൊന്നും ഓവറാക്കേണ്ട കാര്യമൊന്നുമില്ല. ഇങ്ങനെ വാദമൊക്കെ വരുമ്പോ ഇങ്ങനെയൊക്കെ സിനിമയാകുമ്പോ സിനിമാറ്റിക് ആയിട്ട് ചെയ്യുമല്ലോ കുറച്ചൊക്കെ. സിനിമാറ്റിക് ആയിട്ട് ചെയ്യുന്നതിനകത്ത് തർക്കമൊന്നുമില്ല. കോർട്ടിലൊക്കെ ഇങ്ങനെയൊക്കെ സംഭവിക്കും. ഞാനിപ്പോ LLB പഠിക്കാൻ പോവല്ലേ. നിങ്ങൾ ആരും പറഞ്ഞില്ല? ആറാട്ടൻ പറഞ്ഞല്ലോ. ഞങ്ങൾ ലോ ഫോം തുടങ്ങി. ഞങ്ങൾക്ക് കോടതി, ഞാൻ ഹൈക്കോടതി പോകുന്നുണ്ട്, മജിസ്ട്രേറ്റ് കോടതി പോകുന്നുണ്ട്, എല്ലാ കോടതിയിലും പോകുന്നുണ്ട്. ബോധമുള്ളവരായിട്ട് പിടിച്ചെടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള സിനിമകളോട് ഇല്ല. അതിന് ബോധം വേണ്ട. സിനിമ കാണണമെന്നുണ്ട്. എന്തൊക്കെയാ പറയുന്നത്? സിനിമ കാണാൻ ബോധം വേണം. ഇങ്ങനെയൊക്കെ ഇരിക്കും. കണ്ടോ, ഫ്ലെക്സിബിലിറ്റി ഉണ്ടോ, ഡെഡിക്കേഷൻ ഇതൊക്കെ. കാല് വരച്ച അതുകൊണ്ട് ചെയ്യുന്നു ആണെന്നേ. ഇങ്ങനെയൊക്കെ മോഹൻലാൽ ഇങ്ങനെ പൊക്കി പിടിച്ച എല്ലാവരും, ഓ എന്നാ ഏട്ടൻ കഴുത്തെ ചവിട്ടി നിന്നെന്ന് തോളത്ത് താങ്ങി വെച്ചേക്കോ. അത് കണ്ടാ അറിയാം. ലൂസിഫറിനകത്തൊക്കെ ഇങ്ങനെ പൊക്കൂടും, ഇതിങ്ങനെ പിടിച്ചു നിർത്തും, എന്നിട്ട് ഇങ്ങനെ പൊക്കി 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 ചെയ്ത് കൊണ്ടുപോകുന്നത്. എന്നിട്ട് ഇവിടെ കൊണ്ടാ നടൻ ഏറ്റവും കൂടുതൽ അഭിനയിക്കുന്ന വില്ലനാ. അപ്പോ മോഹൻലാലൊന്നും അല്ല, എന്തെങ്കിലും ആട്ടെ. എന്നിട്ട് ഇങ്ങനെ ചരിഞ്ഞിങ്ങനെ നിൽക്കും മോഹൻലാൽ ഇങ്ങനെ പൊക്കി പിടിച്ചോണ്ടേ. എന്നിട്ട് പുറകെ നിൽക്കുന്നവർ ഇങ്ങനെ താങ്ങി പിടിച്ചേക്കുമായിരിക്കും. അവർ പെട്ടെന്ന് അങ്ങ് മാറും. അങ്ങനെ ഒരു 3 എടുക്കുമ്പോൾ ശരി, ചിലപ്പോൾ ആദ്യത്തിന് വീഴാൻ തുടങ്ങി പിടിക്കും. അയ്യോ അയ്യോ എന്ന് പറയും. അവിടെ പിടിക്കും, വന്ന് പിടിച്ചു, ഏട്ടാ പോയോ, കീറിയോ, കീറിയോ ഏട്ടാ, അങ്ങനെയൊക്കെ. അവിടെ ഇങ്ങനെ പിടിച്ചിങ്ങനെ നിർത്തിയേക്കുക. എന്നിട്ട് ഇങ്ങനെ പൊക്കി പിടിച്ചു കഴിയുമ്പോ പുള്ളി ഇങ്ങനെ എന്നിട്ട് ഇങ്ങനെ ആ ഷോട്ട് കണ്ടില്ലേ, ഇങ്ങനെ അല്ല ഇങ്ങനെ കാല് പൊക്കിയിട്ടേ പിന്നെ കട്ട് ചെയ്ത് വല്ലാത്ത രീതിയിൽ ഇത് പൊക്കി കൊണ്ടിരുന്നേ. മനസ്സിലായോ? അല്ല, പൊക്കാൻ പറ്റുന്ന ഒരാളാണ് ഉറപ്പായിട്ടും അവന്മാര് പൊക്കി കാലെടുത്ത് ഇങ്ങനെ വെക്കും. കട്ടില്ല ഷോട്ടിൽ. ഇതിനെ ഇങ്ങനെ പിടിച്ചേക്കുവാ. മനസ്സിലായി? ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ നിർത്തിയേക്കുക, നിർത്തി ചാരി നിർത്തിയേക്കുക. ഇങ്ങനെ ഇപ്പോഴും അഡ്ജസ്റ്റ് ചെയ്ത് പിടിക്കും. അതൊരു കാര്യമൊന്നുമല്ല. അയാൾ ചെയ്യുന്നില്ലെന്നും, അയാൾ ഇത്രയൊക്കെ ചെയ്യുന്നുള്ളൂ. അല്ല, മോഹൻലാൽ എന്ത് ചെയ്യുന്നു? പിന്നെ ഈ പറഞ്ഞ പോലെ മറ്റേ ഇപ്പൊ ശബ്ദമില്ലാത്തൊരു വ്യക്തിനെ എടുത്തോണ്ട് പാട്ട് പഠിപ്പിച്ചു. ശബ്ദമില്ലാത്ത ആള് പാട്ട് പാടുന്നുണ്ടല്ലോ. ശബ്ദമില്ലാത്ത ആള് പാടുവോ? അതാ പറഞ്ഞേ, ഇവര് പറയുന്നത് യുക്തി അതെയാണ്. അല്ല, ശബ്ദമില്ലാത്ത ആളെ എന്ത് പാട്ട് മനസ്സിലായില്ല. ശബ്ദമില്ലാത്തൊരു അതായത് ശബ്ദമില്ലാത്ത ഒരാള് കൊണ്ടുവന്ന് അയാളെ കൊണ്ട് പാട്ട്. ശബ്ദമില്ലാത്ത ഒരാളെ പാടിയിട്ടുള്ളൂ. ഇത് ഊമപ്പെണ്ണിന് ഉരിയുടെ പയ്യനില്ലാത്ത അവര് പാടിയിട്ടുണ്ട്. ആ, അതേതാ പാട്ട്? ആ സിനിമയ്ക്കകത്ത് പാട്ടുണ്ട്. ശബ്ദമില്ലാത്ത ഒരാൾ വന്നിട്ട് എനിക്കും പാടുന്ന പാട്ടാ. എന്തു ഞാൻ വിളിക്കും. ഇങ്ങനെയൊക്കെ കാണിച്ചിട്ട് കാര്യമുണ്ടോ? അവർക്ക് അങ്ങനെ കാണിക്കാൻ അറിയത്തില്ല. ഇതെന്ന് പറഞ്ഞ ആ ഭാഷയില്ലേ, ആംഗ്യ ഭാഷ. പാട്ട് പാടാൻ പറ്റാത്ത ഒരാള്, അത് വിനയന്റെ പടമാണ്. ഈ പാട്ട് പാടാൻ ശബ്ദമില്ലാത്ത ഒരാളെ കൊണ്ടുവന്നിട്ട് പാട്ട് പാടിക്കാൻ ശ്രമിച്ചു, നടക്കുന്നില്ല. അപ്പൊ നിങ്ങൾ പറയോ പാട്ട് പാടാൻ വിളിക്കണ്ടേ? അപ്പൊ പാട്ട് പാടാൻ അറിയാത്ത ഒരാളല്ലേ, പാട്ട് പാടാൻ പറ്റാത്ത ഒരാളല്ലേ, ആളെ കൊണ്ട് ഇങ്ങനെ പാടിപ്പിച്ചു. അത് സമ്മതിച്ചു കൊടുക്കണ്ടേ എന്നുള്ള അതേ വർത്താനാണ് നിങ്ങൾ ഈ പറയുന്നത്. ആ അതെ, വയ്യാത്ത ഒരാളെ കൊണ്ട് അഭിനയിപ്പിച്ചു അല്ലേ? അതിന്റെ ആവശ്യമില്ല. വയ്യ അവാർഡ് വരെ കിട്ടിയിട്ടുണ്ട്, കോക്ക് കൊടുത്താണല്ലോ. ചിലപ്പോ മോഹൻലാലിന് മമ്മൂട്ടിക്ക് ഇതിങ്ങാട്ടി വലിയ കഴിവൊക്കെ ഉണ്ടാവും, അപ്പുറത്ത് വേറെ പരിപാടികൾ കൊടുക്ക്. ഇത് എന്തിനാണ് ഈ കൊടുക്കുന്നത്?
മോഹൻലാൽ മോശം നടനാണെന്നുള്ള വാദം എനിക്കില്ല. രൂപാനുണ്ടോ? എനിക്കില്ല. എനിക്ക് ഇച്ചിരി ആയിട്ടുണ്ട്. എനിക്ക് അങ്ങനത്തെ വാദമില്ല.